കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് 1 കിലോ പച്ചരി രാത്രി ഫുള്ളായിട്ട് കുതിർക്കാനായിട്ട് വെക്കുക. അതേ അളവിൽ 1 കിലോ ശർക്കര ഉരുക്കിയെടുക്കുക. ഉരുക്കിയെടുത്ത ശർക്കര ചൂടാറിയതിനു ശേഷം പച്ചരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് 5 ചെറുപഴം, 4 ഏലക്ക, പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി അരച്ച് പേസ്റ്റ് ആക്കി വെക്കുക. 8 മണിക്കൂർ റെസ്റ്റ് വെക്കുക. 8 മണിക്കൂറിന് ശേഷം നെയ്യില് തേങ്ങാക്കൊത്തും എള്ളും മൂപ്പിച്ചത് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കിയതിനു ശേഷം നമ്മളുടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്ത് നന്നായി ബബിളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓരോ കയ്യില് കോരി ഒഴിക്കുക. ഇനി നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം വേവിക്കാനായിട്ട്. ഭയങ്കരമായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഉള്ളു വേവില്ല. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ ഫസ്റ്റ് വെച്ചിട്ട് അപ്പുറം എടുക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം എണ്ണ കുടിക്കില്ല, എണ്ണ ഉണ്ടാവില്ല. അതിലെ ഉണ്ണിയപ്പം അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ആദിലക്ഷ്മി കിച്ചൺ വീട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും പുതിയ நிறைய വീഡിയോസ് ഇടുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഉണ്ണിയപ്പൊക്കെ സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് 1 മണിക്കൂർ അരി തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് ശർക്കരയും അരിയും ഏലക്കായും പൊടിച്ചത് മിക്സ് 8 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നെയ്യില് നാളികേരം എള്ളും കൂടി വറുത്ത് ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം ബാറ്റർ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ ഞാനൊന്ന് കടി അടിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്, നല്ല സോഫ്റ്റും കൂടിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ആദിലക്ഷ്മി കിച്ചൺ വേയിൽ കമന്റ്സ് അറിയിക്കണം. കമന്റ്സ് അറിയിച്ചാൽ ഞാൻ അതിനുള്ള മറുപടി തരുന്നതാണ്. അപ്പൊ ഞാൻ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് വരാട്ടോ. ബൈ ബൈ.